നമ്മുടെ SSCയുടെ ഫേസ് 30 നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ വർഷം വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റിസൾട്ട് വന്നോന്ന് പലരും ചോദിക്കുന്നുണ്ട്. നമ്മൾ മുമ്പ് ഒരു അപ്ഡേറ്റ് വന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നമ്മുടെ ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്ററിയൽ, അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് വയർലെസ് ഓപ്പറേറ്റർ, അതിൻ്റെ അപ്ഡേറ്റ് വന്ന സമയത്ത്, അതായത് അതിൻ്റെ ആൻസർ കീയും കാര്യങ്ങളും വന്ന സമയത്ത് ഇവിടെ റിസൾട്ട് പബ്ലിഷ് ചെയ്തതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഫേസ് 30ൻ്റെ റിസൾട്ട് ഓൾറെഡി റിലീസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതെങ്ങനെ ചെക്ക് ചെയ്യണം, ഇതുവരെ ആരും ചെക്ക് ചെയ്യാത്തവരുണ്ട്, ചെക്ക് ചെയ്തവരുണ്ടാവും കേട്ടോ, ചെക്ക് ചെയ്യാത്തവരുണ്ട്. അപ്പോൾ അതെങ്ങനെ ചെക്ക് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 10ാം ക്ലാസ് ലെവലിൻ്റെ പോസ്റ്റിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്, ഹയർ സെക്കൻഡറി വന്നിട്ടുണ്ട്, ഗ്രാജുവേഷൻ വന്നിട്ടുണ്ട്, പിന്നെ ഇതിൻ്റെ മൂന്നിൻ്റെയും വിത്ത് ഹെൽഡ് ലിസ്റ്റും കൂടി വന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. സോ ഇവിടെ നമ്മൾ റിസൾട്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക, സൈറ്റിൻ്റെ ലിങ്ക് താഴെയുണ്ട് കേട്ടോ. എന്നിട്ട് അതിനുശേഷം നിങ്ങൾ 10ാം ക്ലാസ് ബേസിലേക്കുള്ള പോസ്റ്റിനാണ് അപ്ലൈ ചെയ്തിട്ടുള്ളതെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് റൈറ്റപ്പ് ഉണ്ട്, അതുപോലെ തന്നെ റിസൾട്ടും ഉണ്ട്. ഈ റിസൾട്ടിൽ ക്ലിക്ക് ചെയ്യുക, റിസൾട്ട് എന്നിട്ട് ഡൗൺലോഡ് ചെയ്യുക, അവിടെ നിങ്ങൾക്ക് ഇത് ചെക്ക് ചെയ്യാൻ സാധിക്കും. ഇവിടെ 10ാം ക്ലാസ് ബേസിൽ നിങ്ങൾ ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾ വിത്ത് ഹെൽഡ് ലിസ്റ്റ് 10ാം ക്ലാസിൻ്റെ മെട്രിക് എന്ന് പറഞ്ഞിട്ട് മെട്രിക്കുലേഷൻ, ഇവിടെ 10ാം ക്ലാസിൻ്റെ വിത്ത് ഹെൽഡ് ലിസ്റ്റ് ഉണ്ട്, അവിടെ ഒന്ന് ചെക്ക് ചെയ്തേക്കുക. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു മെയിൻ ലിസ്റ്റിൽ നോക്കാം. ഡിക്ലറേഷൻ ഓഫ് റിസൾട്ട് ഓഫ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ഫോർ ഷോർട്ട് ലിസ്റ്റിംഗ് കാൻഡിഡേറ്റ് ഫോർ നെക്സ്റ്റ് സ്റ്റേജ് ആണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് ഇതിലൂടെ ഡൗൺലോഡ് ചെയ്ത് ചെക്ക് ചെയ്യാവുന്നതാണ്. സോ ഇവിടെ റിസൾട്ട് ഡൗൺലോഡായി വന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്തിട്ട് വേണമെങ്കിലും നിങ്ങളുടെ ഒന്നിക്ക് ആദ്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കുക, നിങ്ങളുടെ റോൾ നമ്പർ കാണാൻ സാധിക്കും, പിന്നീട് നിങ്ങളുടെ പേര്, പിന്നീട് അതുപോലെ ഫാദറിൻ്റെ നെയിം, പിന്നെ മദറിൻ്റെ നെയിം തുടങ്ങിയ കാര്യങ്ങളാണ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും ഓർഡറിൽ. അപ്പോൾ ഇത് മൂന്നും കറക്റ്റ് ആണെന്ന് നോക്കിയാൽ മതി. അല്ലെങ്കിൽ ഈ രജിസ്ട്രേഷൻ റോൾ നമ്പർ മാത്രം നോക്കിയാൽ മതി. റോൾ നമ്പറിൽ നിങ്ങളുണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾ ഈ ലിസ്റ്റിൽ ഇടം നേടിയിട്ടുണ്ട്, നിങ്ങൾക്ക് അടുത്ത സ്റ്റേജിന് വേണ്ടി സെലക്ഷൻ ലഭിച്ചിട്ടുണ്ട്. സോ 10ാം ക്ലാസ് ലെവലിന് മാത്രം നിങ്ങൾക്ക് കാണാൻ സാധിക്കും 17,674 ഉദ്യോഗാർത്ഥികളാണ് ഇവിടെ 10ാം ക്ലാസ് ലെവലിൻ്റെ ലിസ്റ്റിൽ വന്നിട്ടുള്ളത്. സോ അടുത്തതായിട്ട് നിങ്ങൾ കാണാനായിട്ട് പോകുന്നത്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഹയർ സെക്കൻഡറി +2 ലെവൽ, +2 ഉണ്ടായിട്ട് ഉദ്യോഗാർത്ഥികൾ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള പോസ്റ്റുകളാണ്. +2 ക്വാളിഫിക്കേഷനുള്ള 297 പേജുകളിലാണ് ഇതിൻ്റെ റിസൾട്ട് വന്നിട്ടുള്ളത്. സോ ഇവിടെ ടോട്ടലി പാസ്സായിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ 14,739 പേരാണ് ഇവിടെ പാസ്സായിട്ടുള്ളത്. സോ ഏകദേശ കണക്ക് നോക്കുകയാണെങ്കിൽ ഒരു ശരാശരി നോക്കുകയാണെങ്കിൽ 31,000 പേര് ഈ രണ്ട് ലിസ്റ്റിലും കൂടി മാത്രമായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നമ്മുടെ ഗ്രാജുവേഷൻ്റെയാണ്, ഗ്രാജുവേഷൻ ആൻഡ് എബോവ് ലെവലിൻ്റെ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എത്ര പേര് ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യം. നേരത്തെ പറഞ്ഞ അതേ രീതിയിൽ തന്നെ നമുക്ക് ഇതും ചെക്ക് ചെയ്യാൻ സാധിക്കും. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 34,997 പേരാണ് ഇവിടെ വന്നിട്ടുള്ളത്. 34,000-ൽ കൂടുതൽ ഉദ്യോഗാർത്ഥികൾ ഇവിടെ ഉൾപ്പെട്ടതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം 70,000-ൻ്റെ അടുത്ത് 65,000-ൽ കൂടുതൽ ഉദ്യോഗാർത്ഥികൾ തന്നെ ഈ ഒരു ലിസ്റ്റുകളിലായിട്ട് ഉൾപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ വിത്ത് ഹെൽഡ് ലിസ്റ്റൊക്കെ ഉണ്ട്, അതിലെന്തായാലും 70,000-ൻ്റെ മുകളിൽ ഉണ്ടാവും. എല്ലാം കൂടി വരുമ്പോൾ ഏകദേശ കണക്കാണ് കേട്ടോ പറയുന്നത്. സോ ഇവിടെ നമുക്കറിയാം വിത്ത് ഹെൽഡ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ അവരുടെ റിസൾട്ട് താൽക്കാലികമായിട്ട് ഹോൾഡ് ചെയ്ത് വെച്ച് നമ്മൾ SSC GDൻ്റെ കാര്യത്തിൽ അത് പറഞ്ഞതാണ്. അപ്പോൾ അതൊന്നുകൂടെ നമ്മൾ വിശദീകരിക്കുന്നില്ല, പല കാരണങ്ങളാൽ അത് പിടിച്ചു വെച്ചിട്ടാണുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ അവർ, അതായത് എന്തെങ്കിലും മലീഷ്യസ് ആയിട്ടുള്ള എന്തെങ്കിലും തെറ്റുകൾ അവർ വരുത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു ജോലി ലഭിക്കണം എന്നുണ്ടെങ്കിൽ SSCൻ്റെ ഭാഗത്ത് കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അവരൊരു ഫ്രോഡും കാര്യങ്ങളും കാണിച്ചിട്ടില്ലെന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഓക്കെയാണ്, അല്ലെങ്കിൽ പ്രശ്നമാകുന്ന രീതിയിലുള്ള ഒരു ലിസ്റ്റാണ് വിത്തുകളുടെ ലിസ്റ്റ്. നമുക്ക് മെയിൻ ലിസ്റ്റുകൾ മാത്രം നോക്കാം. ഈ 3 ലിസ്റ്റിലായിട്ട് ഏകദേശം 65,000-ൽ കൂടുതൽ 65,000-ൽ കൂടുതൽ ഉദ്യോഗാർത്ഥികളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. 70,000-ൻ്റെ അടുത്ത് തന്നെ ഉണ്ട്, 65 ആണ് കേട്ടോ. 65,000-ൽ കൂടുതൽ ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ മാക്സിമം ഇത് സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കണ്ട. SSCൻ്റെ ബാക്കി അപ്ഡേറ്റ് ഒക്കെ വരുമ്പോൾ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും.